ചേര സാമ്രാജ്യം 9ഉം 10ഉം ശതകങ്ങളിൽ അനേക ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 7ാം ശതകത്തിൽ അന്നത്തെ ചേരമാൻ പെരുമാൾ ചക്രവർത്തി സ്ഥാപിച്ചതാണ് കൂടൽമാണിക്യം ക്ഷേത്രം. 1100 കൊല്ലം മുമ്പ് കൊല്ലവർഷം 30-ൽ ചേരമാൻ പെരുമാൾ ഭൂദാനം ചെയ്ത ശിലാരേഖ ഇന്നും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ AD 500-ൽ ഇരിങ്ങാലക്കുടയിൽ ജനവാസവും AD 650-ൽ ക്ഷേത്രസ്ഥാപനവും ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മാണിക്യം എന്ന വിശേഷണം വിഷ്ണുവിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതായിരിക്കാം. ജൈന സന്യാസിമാരെ മാണിക്യർ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കൂടൽ എന്നത് പണ്ടുകാലത്ത് 2 നദികൾ സംഗമിച്ച ഇടമായിരുന്നതിനാൽ വന്നതാകാം എന്നും കരുതുന്നു. കൂടക്കല്ലിന്റെ ലോപമാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. അക്കാലത്ത് ഹിന്ദു സന്യാസിമാർ കൂടിച്ചേർന്നിരുന്ന സംഗമസ്ഥാനമായതിനാലാണ്, അതല്ല ജൈനമതവും ഒത്തുചേർന്നിരുന്ന സ്ഥലമായതിനാലാണ് കൂടൽ എന്നും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട്. ഭരത വിഗ്രഹത്തിന് ഏകദേശം 1 പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. കോദണ്ഡവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു. കിരീടവും കുറച്ച് ആഭരണങ്ങളും ധരിച്ച് കനത്തിൽ വലിയൊരു പുഷ്പമാല ചാർത്തിയിരിക്കുന്നു. അത് കിരീടത്തിന്റെ മുകളിലൂടെ 2 വശത്തേക്കുമായി പാദം വരെ നീണ്ടുകിടക്കുന്നു. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിനു മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട്. നാലമ്പലവും ബലിക്കൽപുരയുമുണ്ട്. 2 നിലയിലുള്ള വൃത്താകാരത്തിലുള്ള ശ്രീകോവിലും മണ്ഡപവുമെല്ലാം സാമാന്യം വലുതാണ്. ശ്രീകോവിലിന്റെ ഭിത്തികളിൽ കലാചാരുതയോടുകൂടിയുള്ള ധാരാളം ശില്പങ്ങളുണ്ട്. ശീവേലിപ്പന്തൽ വളരെ വലുതാണ്. ബലിക്കൽപുരയും വലിയമ്പലവുമെല്ലാം ചെമ്പുമേഞ്ഞവയാണ്. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രവളപ്പിനകത്തുള്ള തീർത്ഥമാണ് കുലീപനി. ആറാട്ടിനും മറ്റും ക്ഷേത്രാവശ്യങ്ങൾക്കും ജലം ഇവിടെ നിന്നാണ് ഉപയോഗിക്കപ്പെടുന്നത്. തീർത്ഥപ്രദിഷ്ണം പാപദോഷത്തിനുള്ള വഴിപാടായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം പൂർണ്ണമാകണമെങ്കിൽ തീർത്ഥവും കൂത്തമ്പലവും ക്ഷേത്രത്തോടൊപ്പം പ്രതിഷ്ണത്തിൽ ഉൾപ്പെടുത്തണം.